കൊല്ലണം, കൊല്ലണം, കൊല്ലണം. എല്ലാരെയും ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കി കൊല്ലണം. സ്റ്റീഫൻ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. സ്റ്റീഫ, നീ കുറച്ചുകൂടെ സമീപനം കാണിക്കണം. ദൈവം കൊടുത്ത ജീവനെടുക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഫാദർ? ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കണം എന്നാണ് ഫാദർ പറയുന്നത്. ആ കുഞ്ഞ്, അവൾക്ക് 3 വയസ്സല്ലേ ഉള്ളു ഫാദർ. ആ കിളവൻ അവളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് അയാൾ അവളുടെ ജീവനെങ്കിലും ബാക്കി വെച്ചു. എടാ അത് പിന്നെ കാമുകനോട് പഴിഞ്ഞാടാൻ വേണ്ടി സ്വന്തം കുഞ്ഞെ തലക്കടിച്ച് കൊന്നില്ലേ? അവളെ എന്ത് ചെയ്യണം ഫാദർ? ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കൊല്ലണ്ടേ അപ്പൊ ഇവരൊക്കെ? കൊല്ലുന്നതൊക്കെ പാവമാണ് സ്റ്റീഫ. നീ വിഷമിക്കായിരിക്കേ. ഇവിടെ ഇങ്ങനെയാണ്. എല്ലാത്തിനും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും മുകളിലിടുന്ന ഒരാളെല്ലാം കാണുന്നില്ലേ? നാം എല്ലാം കാണും. അവിടെ അല്ലേ? ഇവിടെ ഇവിടെ നാം എല്ലാം കാണുന്നുണ്ട്. മുകളിലൂടെയും അടിയിലൂടെയും സൈഡിൽ കൂടെയും കതവിൻ്റെ ഇടയിൽ കൂടെയും നാം എല്ലാം കാണുന്നുണ്ട്. ഇവനായിരുന്നു താൻ എവിടെ? ഇതാണ് ക്രിസ്ത്യാനിയുടെ കാര്യമാണ്. ഇയാളെല്ലാം ഇടപെടണ്ട. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു ഇയാളൊന്നുമല്ല. നമ്മുടെ ദൈവം എല്ലാം മുകളിലിരുന്ന് കാണുന്നു. ഇതെല്ലാം മനുഷ്യ സഹജ കാര്യങ്ങൾ മാത്രമാണ്. സ്റ്റീഫ്, ഒരു കാര്യം ചെയ്യും, ഒന്നൊന്ന് കുമ്പസരിക്ക്. മനസ്സൊക്കെ ഒന്ന് ശാന്താവട്ടെ. കുമ്പസരിക്കാൻ ചെന്ന് കേക്കുറ. ശാന്തോടെ കുമ്പസരിച്ച. കുമ്പസാരം എന്നൊക്കെ പറയുന്നത് മനസ്സിന് ആത്മശാന്തി കിട്ടുന്ന പ്രക്രിയയാണ്. ഓ അങ്ങനെ പണേ. അപ്പൊ ആത്മശാന്തിക്ക് വേണ്ടിയാണ് 35 വയസ്സായ ചേച്ചിമാരെ ഡെയിലി 2 നേരം അച്ഛനെ കാണാൻ പോകുന്നത്. പക്ഷേ കുമ്പസാര അച്ഛൻ്റെ റൂമിനകത്തേ ഉള്ളൂ. അതും കഥ കടച്ചിട്ട്. തോന്നിയ ദിവസം പറഞ്ഞില്ല കേട്ടോ. താൻ കണ്ടോ ഇത്ര കൃത്യമായിട്ട്? ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, എന്റെ ഗ്രൂപ്പിൽ എല്ലാവരും കണ്ട്. തന്റെ ഫോട്ടോയും തന്റെ ക്ലിപ്പും. ഗ്രൂപ്പോ? അതെന്തോന്ന് ഗ്രൂപ്പ്? അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. വെടിപ്പുര. വെടിപ്പൂരേ? എന്തോന്ന് പേര് സ്വാമി? താൻ ഒന്നുമില്ലല്ലോ, ഒരു സ്വാമി ഇല്ലോ സ്വാമി. അത് പിന്നെ ഈ ഹോമങ്ങളൊന്നും ഇല്ലായിരിക്കുന്ന നേരത്ത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി എപ്പോഴും ഇല്ല വല്ലക്കൊരുപ്പേ. പഴം ജപിച്ചു കൊടുക്കുന്ന ഹോമല്ലേ സ്വാമി? പഴം ജപിച്ചു കൊടുക്കുന്ന ഹോമോ? സ്റ്റീഫൻ അറിയില്ലല്ലേ? സ്വാമി കുട്ടികൾ ഉണ്ടാകാത്ത സ്ത്രീകൾക്ക് പഴം ജപിച്ചു കൊടുത്ത് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കും. അതിനെയാണ് സ്വാമി നേരത്തെ പറഞ്ഞ ഹോമം എന്ന് പറഞ്ഞത്. താൻ ഒരുപാട് എന്നെ പുച്ഛിക്കരുത്. ഞാൻ വർഷങ്ങളായി തപം ചെയ്ത് നേടിയെടുത്തിന്റെ ദിവ്യ മഹത് പഴമാണ്. താൻ എന്നെ പുച്ഛിക്കരുത്. ആ പഴമല്ലോടെ സ്വാമി വേട്ടമുക്കിയുള്ള ആ പെണ്ണ് അവളുടെ കാമുകനോട് വെട്ടിയെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൂടെ കൊടുത്തത്. താൻ ഇനി വല്ല പറഞ്ഞ തന്നെ ഞാൻ ശാപിച്ച് ചിന്ന ഭിന്നാക്കിയോ? നീ മൂഞ്ചി. അത് പിന്നെ അതെ ഫ്ലോയിൽ ദേഷ്യം വന്നപ്പോ അറിയാതെ ഇനി നീ ഇവിടെ കിടന്ന് മുടാണിച്ചല്ലേ? നിന്റെ അവിധം പൊക്കിയ സിറ്റ് നാടത്തെ കിണ്ടുന്ന കൊന്നാതാ ഞാൻ ഇവിടെ എല്ലായിടും വിളിച്ചോ. പറയണം സ്വാമി, പറയണം. മുകേഷ് കേൾക്കുന്നുണ്ടോ? മുകേഷ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാമി കൃത്യം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. കൊലപാതകത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് സ്വാമിയോട് തന്നെ ചോദിച്ചറിയാം. സ്വാമി പറയണം. നാം കണ്ടു എന്ന് പറയുന്നു. അതെ, സ്വാമി എല്ലാം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ഫാദർ അവരെ കിണറ്റിലേക്ക് തള്ളിയിടുന്നത് സ്വാമി നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ സ്വാമി എന്തിനാ സമയത്തിന് ഇവിടെ പോയി? ഇതിനെക്കുറിച്ച് നമുക്ക് ഫാദറിനോട് തന്നെ ചോദിച്ചറിയാം. ഫാദർ പറയണം. ഫാദർ. അല്ല ഞാനല്ല സ്വാമി. ഓ മൈ ഗോഡ്, സ്വാമിയും കൂടെ ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു മിനിറ്റ്, അറിയാൻ സാധിക്കുന്നത് ഞെട്ടിക്കുന്നവരാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നീ ക്യാമറ അത് ചേട്ടാ, ഞാൻ കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. നീ ആരെടുത്ത് വെച്ചിട്ട് അകത്ത് കയറിയത്? അയ്യോ, ഇവിടെ ഇങ്ങനെയാണ്. എനിക്കെങ്ങനെ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എവിടെ വേണോ കയറി ചെല്ലാം, എന്ത് വേണോ ഷൂട്ട് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ഇത് കണ്ടാ പ്രസ്. ഓ, ദിൽഗേഷ് കുമാർ, നിർമ്മ ന്യൂസ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ. സോറി, പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായില്ല. അത് സാരമല്ല, നിങ്ങൾ ടിവിയിലല്ലേ കണ്ടുള്ളൂ, അതായിരിക്കും. അല്ല സാർ, നിങ്ങൾക്ക് മാത്രം ഇതൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കുന്നു? നമുക്ക് എല്ലാ സ്ഥലത്ത് ചാരന്മാരുണ്ടെന്നേ. എവിടെ എന്ത് നടന്നാലും അപ്പ വിളിച്ചറിയിക്കും. സാർ, ആ കോരമംഗലം പീഡന കേസ് അത് നിങ്ങൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത്? അതാ പെങ്കൊച്ച് ആരും അറിയാതെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ നോക്കിയാണ്. നമ്മളെ ചാര അപ്പ തന്നെ നമ്മളെ വിവരം വിളിച്ചറിയിച്ചില്ലേ? പിന്നെ നമ്മളെ ഫുൾ ടീം ക്യാമറയും തൂക്കി അങ്ങോട്ട് പോയില്ലേ? നമ്മളുടെ അടുത്താണ് അവരെ കളി. അത് കൊള്ളാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് ചെയ്തെന്നാ? ഇത് പിടി. ഈ പീഡിപ്പിക്കപ്പെട്ട കൊച്ചിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ, അവള് ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോ, അവളുടെ ഇപ്പോഴത്തെ ഫോട്ടോ, അവർക്ക് ഇനി 18 വയസ്സാവുമ്പോൾ ഉള്ള ഫോട്ടോ, എല്ലാ ഫോട്ടോയും കണ്ടുപിടിച്ച് ചന്ന പിന്നെ എല്ലാ ന്യൂസ് ചാനലും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛൻ, അമ്മ,
പെങ്ങള്, കൊച്ചിച്ചൻ, അമ്മാവൻ, അമ്മായി എല്ലാവരുടെ ബൈറ്റും എടുത്ത് ന്യൂസിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കൊച്ചിനെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലം, കൊണ്ടുപോയ വഴി, പീഡിപ്പിച്ച രീതി ഇതെല്ലാം വിർച്വൽ റിയാലിറ്റിയുടെ നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു 4 നിരീക്ഷകരെ കൊണ്ടുവരുത്തി രാത്രി 8 മണി തൊട്ട് 10 മണി വരെ ഒരു ചാനൽ ചർച്ചയും നടത്തും. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ എൻ്റെ സ്വന്തം സ്റ്റൈലിൽ ഒരു ഫൈനൽ അവലോകനം പറയും. നമ്മൾ ഇത്രയും ടൈറ്റ് ആക്കിയില്ലേ, ഇനി ആ കുറ്റവാളികൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? പക്ഷെ ഇത്രയൊക്കെ ചെയ്തിരുന്നാലും ആ കൊച്ചിന്റെ സ്വകാര്യതയെ മാനിച്ച് നമ്മൾ അവളുടെ പേരോ മുഖമോ പുറത്തു വിട്ടിട്ടില്ല. അതാണ് നമ്മൾ. കൊച്ചിന്റെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആർക്കെന്ത് അതെ. മനസ്സിലാവാനേ? ദുരന്തേഷ് കുമാർ. എന്നിട്ട് എന്തായി? കുറ്റവാളികളെ പിടിച്ചോ? അവർ ശിക്ഷ കിട്ടിയോ? എന്നിട്ട് എന്തായെന്ന് അപ്പൊ മറ്റേ അപ്പനാ സുരേഷ് സ്വർണ്ണവും കൊണ്ട് വന്നില്ലേ? പിന്നെ ബാംഗ്ലൂർ വരേക്കും പോയിരുന്നു അവരെ പുറകെ. കണ്ടില്ലേ നമ്മൾ ക്യാമറയൊക്കെ തൂക്കി പിടിച്ച് അവരെ പുറകെ? നമ്മളായിരുന്നു ഫസ്റ്റ്. സൂപ്പർ ആയിരുന്നു. നിന്നെ ഞാൻ അവിടെ കണ്ടില്ലടാ, ദിൽഷേഖ് കുമാർ. പിന്നെ അതായി ഒരു സെൻസേഷൻ. സെൻസേഷൻ. നിങ്ങൾക്ക് അത് മതിയല്ലോ. എന്റെ വരുൺകുമാറെ, വരുണല്ല, ദിൽകേഷ്. വരുൺ, ദിൽകേഷ്, വയ്യപ്പദാസ് എല്ലാം കണക്ക് തന്നെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഒറ്റ സാധനം മതി ഈ രാജ്യം നന്നാവാൻ. അതെങ്ങനെ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും മതങ്ങൾക്കും വരെ ഇവിടെ ചാനലുകളുണ്ട്. ഇവർ കുറ്റം കണ്ടുപിടിച്ചാൽ അവർ ന്യായീകരിക്കും, അവർ കുറ്റം കണ്ടുപിടിച്ചാൽ ഇവർ ന്യായീകരിക്കും. ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവോ സർക്കാർ സ്ഥാപനത്തിലെ അഴിമതിയാണെങ്കിലോ കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. അത് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമോ ആശുപത്രിയാണെങ്കിലോ ഒരു സ്വകാര്യ സ്ഥാപനമല്ലേ? അത് പിന്നെ പരസ്യം കിട്ടണ്ടേ? പിന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ? പരസ്യം കിട്ടിയാലേ ചാനലിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ ചാനലിന് നിലനിൽപ്പിന് വേണ്ടി, ഫണ്ടിന് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകൾ ഞങ്ങൾക്കും ചെയ്യേണ്ടി വരും. കുറ്റപ്പെടുത്തിയതല്ല, എനിക്ക് മനസ്സിലാവും. ഗതികേടല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാരാരും വേണ്ട, നമ്മൾ തന്നെ ഇറങ്ങണം. ഇവന്മാർക്കുള്ള വിധിയും ശിക്ഷയും നമ്മൾ തന്നെ നടപ്പിലാക്കണം. എന്നാലേ ഈ നാട് നന്നാവും. ഓർഡർ, ഓർഡർ, ഓർഡർ. ഓർഡർ ഇൻ ദ കോർട്ട്. ഓർഡർ 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 ഓർഡർ. എന്തോന്നാ കാണിക്കണം? അല്ലാണ്ട് ഓർഡർ ആയിരിക്കാൻ പറഞ്ഞു. വേണ്ട, മിണ്ടായിരിക്കാനാണ് പറഞ്ഞത്. കോടതിയിലെ പരിപാടി കുറിച്ചൊന്നുമില്ല, ഗ്രാഹിയില്ലല്ലേ? ഓ, നമ്മളിപ്പോ ഈ ഇടയ്ക്ക് വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ 10-14 വർഷം കൊണ്ട് കയറി ഇറങ്ങണല്ലേ. ഓർഡർ, ഓർഡർ. ഡേയ്, ഇവിടെ ശിക്ഷിക്കാനും വിധി പറയാനും ഒക്കെ നമ്മളൊക്കെ ഉണ്ട്. അതിനാണ് ഞാൻ ഇവിടെ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായ? അല്ല യുവർ ഓണർ, പിന്നെ എന്താണ് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇവരെ ഒന്നും ശിക്ഷിക്കാത്തത്? ഡേയ്, അത്ര പെട്ടെന്നൊന്നും ശിക്ഷിക്കാൻ പറ്റത്തൊന്നുമില്ല. നീ ഇത് കണ്ട? ഇതിലെ എല്ലാ നിയമവശങ്ങളും പഠിച്ചിട്ട് വേണം ശിക്ഷ നടപ്പിലാക്കാൻ. ഇവിടെ ഇങ്ങനെയാണ്, അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. സാർ, ദേ അവനെ കണ്ടോ? നമോവകം. ഇവിടെ കണ്ടുപോലുണ്ടല്ലോ ഡേ, മറ്റേ സിനിമയിലൊക്കെ അഭിനയിച്ചവനാണ്. സിനിമയിലൊന്നും അല്ല, ബസ് സീരീസിലെ നടൻ മണ്ടൻ ജഡ്ജസ്. നടനൊന്നുമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കൊച്ചിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നില്ലേ, അവനാണ്. ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഓ, അവനാണല്ലേ ഇവൻ. പണ്ട് വവ്വാലേപ്പ മുഖമായിട്ടിരുന്നേണ്. എന്തൊരു ഗ്ലാമറുടെ ഇവനെ കാണാൻ. ഞാനും കുറച്ച് ദിവസം പോയി ജയിലിൽ കിടന്നാൽ മതി. ഇതാണ് യുവർ ഓണർ നിങ്ങൾ സമയമെടുക്കുമ്പോഴുള്ള കുഴപ്പം. ഇതവനൊരു ശിക്ഷയല്ല, കുറ്റം ചെയ്ത് കഴിഞ്ഞുള്ള സുഖവാസമാണ്. ആ കേസിന്റെ വിസ്താരം നടക്കുന്നതല്ലേ ഉള്ളൂ. പൊന്നു വനദേവതേ, നിങ്ങൾ കണ്ണൊക്കെ കാണല. നിങ്ങൾ എന്താണ് കണ്ണും കെട്ടി വെച്ച് ഇവിടെ തട്ടിയടിച്ച് വീണത്? വനദേവത അല്ല, അത് നീതിദേവത. ഓ ഓ, അല്ല, ഇവിടെ ഇങ്ങനെയാണ്. കണ്ണ് കെട്ടി നടക്കണം, എന്നാലേ എനിക്ക് ത്രാസിൽ അളന്ന് നോക്കി നീതി കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തുറന്നു നോക്കിയതാ. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ തുറന്നു നോക്കും. നമുക്കറിയാവുന്നവരൊക്കെ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതലൊക്കെ കൊടുക്കും. പോട്ടെ, ഒന്ന് കന്യാകുമാരി വരെ പോണം. അവിടെ കുറച്ച് നീതി കൊടുക്കാനുണ്ട്. ഇവിടുത്തെ ആകുമ്പോഴേക്കും ഇങ്ങ് തിരിച്ചെത്താം. നിങ്ങൾ കണ്ടിന്യൂ. വാ. പോലീസ് വന്നല്ല. ഇവരാണ് തെളിവുകൾ ഹാജരാക്കേണ്ടത്, ഞാനല്ല വച്ച് താമസിപ്പിക്കുന്നത്. ഡോ, അവന്റെ കേസിന്റെ അന്വേഷണം എവിടം വരെയായി? ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത് പിന്നെ യുവർ ഓർഡർ, തെളിവെടുപ്പിനെ അവനെ കസ്റ്റഡി ചോദിച്ചിട്ട് മെനങ്ങാന്നാണ് കിട്ടിയത്. അവിടെ നിന്ന് അവരെ കൊണ്ടുപോയി മാസ്റ്റർ എഴുതി ചോദ്യം ചെയ്തു. അവിടെ നിന്ന് കിട്ടിയ ചോരയും ഇവന്റെ ചോരയും ഒന്നാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നന്നായി. അതിന്റെ റിസൾട്ട് വരാൻ ഒരു 6 മാസം എടുക്കും.
പിന്നെ മരിച്ച പെൺകുട്ടി തന്നെയാണോ ശരിക്കും മരിച്ചതെന്ന് ഉറപ്പിക്കാൻ DNA സാമ്പിൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആവും. പിന്നെ ഇവന്റെ ഫിംഗർ പ്രിന്റ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുണ്ട്. പിന്നെ മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഫൈനൽ റിപ്പോർട്ട് വരാൻ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് കുറ്റപത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ തല്ലിയെന്ന് പറഞ്ഞ മനുഷ്യാവകാശ ടീംസ് പോലീസ് സ്റ്റേഷനിൽ പറ്റി. ഒരു പരുവത്തിന് അവരെയൊക്കെ പറഞ്ഞ് ഒതുക്കി വിട്ടപ്പോഴേക്കും വയർലെസ് കോൾ തന്നെ. മന്ത്രി വരുന്ന നട റോഡിൽ പൊരുവയിലെത്ത് നിൽക്കുക. നന്നായി. അത് കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് സമരക്കാരെ തടയും. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഡോളർ കേസ്. പിന്നെ ഇതെല്ലാം കൂടെ അന്വേഷിച്ച് വരുമ്പോൾ പ്രതി പെട്ടിയിലാവും. ഇവിടെ ഇങ്ങനെയാണല്ലോ. വളരെ അതെ, ഇവിടെ ഇങ്ങനെയാണ്. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി കിട്ടുന്ന നീതി നിഷേധിക്കലാണ്. പിന്നെ എന്തിനാണ് നമുക്ക് ഈ കോടതിയും ശിക്ഷയും ഒക്കെ? അതാണ് മകനെ നമുക്കും പറയാനുള്ളത്. ഇതൊന്നുമല്ല, നമ്മുടെ ശിക്ഷയും വിധി എല്ലാം നമുക്കങ്ങ് വരപ്പെമ്മത്തിൽ കിട്ടും. എടോ ആസാമി, തന്നോട് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യമാണ്, താഴെപ്പെടലെന്ന്. ആസാമിയല്ല, ബംഗാളി. താൻ പോടെ വെള്ളപ്പിശാശേ. ഓർഡർ ഓർഡർ. ഓർഡറാ? ഒരു ഷവർമ, ഒരു ഷവായി. താൻ കുറെ നേരം ഒന്ന് കൊട്ടണല്ലേ. തന്റെ അച്ഛൻ ആശാരിയ. എന്റെ കോടതി വന്ന് എന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യണം എല്ലാത്തിനെയും. അറസ്റ്റ് ചെയ്യാൻ വാടാ പോലീസാറാ. നിന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഹും ഖം ഖാളിയേ ഓം ഹും നിന്നെ ഞാൻ ചപിച്ചിരിക്കുന്നു. ഓം എന്റെ പൊന്നു പോലീസുകാരത്തേക്ക് എന്റെ കള്ള അടവ് ഞാൻ പിടിച്ചു വെച്ചുതരാം. അടിച്ചു പൊളിയാണ് തല. ടൈമായി, എഴുന്നേക്ക്. ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി എപ്പോ നിങ്ങൾ ഓഫീസിൽ റെഡിയായി പോവാനാണ്? മോളെ, നീ എന്റെ ഇത് മേടിക്കും. നിന്നോടല്ലേ പറഞ്ഞത് പോയി കുളിക്കാൻ. 7:45. കേരളക്കരയാകെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കൊല്ലം പാരിപ്പള്ളിയിൽ 5 വയസ്സുള്ള പിഞ്ചു ബാലികയെ 4 യുവാക്കൾ ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് നമ്മുടെ പ്രതിനിധി മുകേഷിനോട് ചോദിക്കാം. മുകേഷ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് അവരുടെ കൊച്ചിന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ദിൽകേഷ്, കേരളക്കരയാകെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് തുറന്ന ഫുൾ ടൈം പീഡനവും കൊലപാതകവും തന്നെ. ഇത്തരത്തിൽ മൃഗീയമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേട്ടിട്ട് ചോര മാനസിക നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ചോര തെളിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഓഫീസിലെത്താൻ ലേറ്റ് ആവും. നിങ്ങൾ ഇവിടെ SFK കാരനൊന്നും അല്ല, അത് ഓർമ്മ വേണം. ഇവിടെ മനുഷ്യന് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല. പിന്നെയാണ് നീ അതിൽ കളിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേക്ക്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. പോണ വഴിക്ക് കൊച്ചിനെയും കൂടെ സ്കൂളിലൊന്നാക്ക്. അവളുടെ ബസ് പോയി. ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. നീ ഒരു കാര്യം ചെയ്, ആ രമേശിനെ വിളി, അവൻ കൊണ്ടാക്കും. ബൈ. നാമത്തില്ലേ മകളെ നീ സ്തുതിയായിരിക്കട്ടെ. രമേശേ, മോളെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടടാ. അതിനെന്താ ചേച്ചി, ഞാൻ കൊണ്ടുവിട്ടു. വീട് വെഞ്ചരിക്കാൻ ഫാദർ വരും, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ കൊണ്ടുവിട്ടോളാം.
പോവാ. ആരോടൊന്നും പറയല്ലേ. മാമ ഐസ്ക്രീം മേടിച്ചാ നമുക്ക് പോവാം. പാപമാണ് സ്റ്റീഫ. Against the law. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോലീസ് എത്തിച്ചയാളുടെ കുത്തേറ്റ് വനിതാ ഡോക്ടർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇന്ന് പുലർച്ചെ ഡോക്ടറെ കുത്തിക്കൊന്നത്. പോലീസുകാരടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 5 പേർ. ശരിക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വൈദികൻ അറസ്റ്റ്.